ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചൂരക്കറി ഉണ്ടാക്കാൻ പോവാണ്. മീൻ കറി. ഇതാണ് ചൂര. ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. നമ്മൾ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് വറുത്തെടുക്കണം. ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് പേസ്റ്റ് ആക്കണം. പിന്നെ നമ്മളിതാ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വയ്ക്കുക. നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവായിട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഒന്ന് ഇടേണ്ടതാണ്. ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാണ്. ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിക്കും. ഒരു പാത്രത്തിൽ നമ്മുടെ കുടംപുളി വെള്ളത്തിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് കുതിരട്ടെ. മീൻ വായൽ നന്നായിട്ടൊന്ന് മൊരിയട്ടെ. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചാറും കൂടെ ഇട്ട് കുറച്ച് നേരം ഒന്ന് തിളച്ചതിന് ശേഷം വേണം നമ്മൾ മീൻ അതിലേക്ക് ഇടാം. ഓക്കെ, നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റണം. സോ ഗൈസ്, ഇവിടെ കരണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തളരരുത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ചെറിയൊരു ഉരുളി, എന്തായാലും പറയുന്നത് മനുഷ്യടാ, ഉരുളിയോ എന്ത് പറ, ചെറിയ ആട്ടുകല്ല അല്ലേ, ആട്ടുകല്ലിൽ അരച്ച് നിന്നെ ദോശ. അതേമാതിരി ഞാൻ ഈ ഒരു തേങ്ങയും ഇതെല്ലാം ഞാൻ ഇതിനകത്തിട്ട് അരക്കിയാണ് ഗൈസ്. നമ്മൾ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞ് തോറ്റ് പിന്മാറാൻ പാടില്ല. സോ ഐ ആം ഡൂയിങ് മൈ മാക്സിമം. അപ്പോൾ ഏകദേശം ഇത് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ കുറേ നേരം കൊണ്ട് അരയ്ക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെ എനിക്ക് ആ സ്മൂത്ത്നെസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ വഴറ്റി വെച്ചതിനകത്ത് നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ. ഞാൻ അരപ്പെല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ വേണം നമ്മൾ മീൻ ഇതിലേക്ക് ഇടാൻ. അതിന് മുന്നേ കുറച്ച് കുടംപുളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഇതിൽ ആഡ് ചെയ്യേണ്ടതാണ്. ആദ്യം ഒന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് 2 കുടംപുളിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മളൊന്ന് തിളപ്പിക്കാം. ഗൈസ്, നമ്മുടെ മീൻ കറി ചാറ് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ തിള വന്നു കഴിയുമ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മീൻ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് മീൻ അധികം വേവ് വേണ്ടെന്നാണ് പറയുന്നത്, പെട്ടെന്ന് വേവ്. സോ ഞാനിതെല്ലാം ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് വെള്ളച്ചൂര. നന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ലാസ്റ്റ് എടുക്കാറാകുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂക്കി അതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യണം. സോ നമ്മുടെ മീനെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് കിടന്ന് കുറച്ച് നേരം ഒന്ന് യോജിച്ച് വേവേണ്ടതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കണം കേട്ടോ ഗൈസ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ എരിവും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ മീൻ കറി അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് വേണ്ടി വരും കുഞ്ഞാ, അത് എടുക്കണ്ട. നമ്മുടെ മീൻ കറി നല്ല അടിപൊളി. ഓ യമ്മി, നല്ല മണം വരുന്നുണ്ട്. ഇത് കുറച്ച് നേരം കൂടെ കിടന്ന് ഒന്ന് തിളക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും തൂക്കി എടുക്കാം കേട്ടോ. സോ നമുക്ക് നോക്കാം. നമ്മുടെ കറി ഓൾമോസ്റ്റ് ആണ്. സോ സ്വാദിഷ്ടമായ നമ്മുടെ ഇത് നിങ്ങൾക്ക് ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയ ഇടുവാണ് ഗൈസ്. ഇപ്പോൾ എൻ്റെ ചട്ടിയില്ല. ഞാൻ നാട്ടിലൊക്കെ പോയതിന് ശേഷം ചട്ടി വാങ്ങുന്നതായിരിക്കും. ഒരു മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചൂരക്കറി ഈസ് റെഡി ഗൈസ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ ഗൈസ്. പോകുന്നതിന് മുന്നേ മഹേഷേട്ടനോട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറയാം അല്ലേ. കമോൺ ഗൈസ്, ലെറ്റ് മീ കോൾ ഇറ്റ്. ചേട്ടാ ഇനി വരാമോ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്തേ. ഓ മഹേഷേട്ടൻ എത്തിയിട്ടുണ്ട്. ചേട്ടാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. കമോൺ വിസിറ്റ്. ഉപ്പും പുളി ഒക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയേ. ഞാൻ ആദ്യമായിട്ടാണ് മീൻകറി ഇങ്ങനെ ഉണ്ടാക്കണത്. പണ്ട് ചേട്ടൻ്റെ അച്ഛന് മീൻകറി വെച്ചത് ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ രസം പോലെ ഉണ്ടാക്കി കൊടുത്തു. എങ്ങനെയുണ്ട്, കൊള്ളാമോ? സോ ഗൈസ്, നമ്മുടെ ചൂരയൊക്കെ വെന്തോന്ന് നോക്കിക്കേ. ഒരു ചെറിയ പീസ് എടുത്ത് നോക്കിക്കേ. ചൂരക്കറി ഞാൻ വെള്ളച്ചൂരയാണ് വാങ്ങിച്ചത്, ബ്ലാക്ക്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കത്തി കൊണ്ടൊക്കെ ആണോ? തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് എന്താ കിടും എല്ലാം ഉപ്പും പുളിയൊക്കെ പിടിച്ച് ഗൈസ്. അപ്പോൾ അടിപൊളിയാണ്, അടിപൊളിയാണ്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഗൈസ് വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ.